Welcome to the channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ClickUpലെ whiteboard ഫെസിലിറ്റി ആണ്. ClickUp 3.0 മുതൽ വളരെ ഇംപ്രൂവ് ആയിട്ടുണ്ട് ഇത്തരം വൈറ്റ് ബോർഡുകളും ഫീച്ചേഴ്സുകളും. വൈറ്റ് ബോർഡുകൾ ഇതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഫോർ മിലാനോട്ട് അങ്ങനെ പറഞ്ഞ് പല രീതിയിൽ. വൈറ്റ് ബോർഡ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് എന്താണ്, ഈവൻ നമ്മുടെ വൺ നോട്ട് ആൾസോ വൈറ്റ് ബോർഡായിട്ട് യൂസ് ചെയ്യാം. മെയിൻലി ഒരു ക്ലാരിഫിക്കേഷൻ, ഒരു ബ്രെയിൻ സ്റ്റോമിങ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ വൈറ്റ് ബോർഡ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. പെൻ ആൻഡ് പേപ്പർ ഈസ് ഓൾവേസ് ഗുഡ്, പക്ഷേ ഓൺലൈൻ ടൂൾസും സംടൈംസ് വിൽ ബി വെരി ഗുഡ്. ഒരുപാട് പേര് കൊളാബറേറ്റ് ചെയ്ത് പല സ്ഥലത്തു നിന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഇത്തരം വൈറ്റ് ബോർഡുകൾ വളരെ ഗുണം ചെയ്യും ഫോർ ബ്രെയിൻ സ്റ്റോമിങ്, ഐഡിയ ക്ലാരിഫിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. സോ നമുക്ക് ClickUp അറിയാം. ClickUp is like a tool for everything. So today we are going to discuss about whiteboard. When we can look at the screen, when you look at the screen, you can see here navigation. പുതിയ ഒരു നാവിഗേഷൻ ടൂൾസും കൂടെ ആഡ് ചെയ്ത്, പുതിയൊരു നാവിഗേഷൻ പാനലും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ClickUp 3.0, വിച്ച് ഈസ് ഹോം, ഇൻബോക്സ്, ഡോക്സ്, ഡാഷ്ബോർഡ്, എവറിത്തിങ് ഒക്കെ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്ന രീതിയിൽ. ചിലപ്പോൾ നിങ്ങളുടെ ഇതിൽ ഈ വൈറ്റ് ബോർഡ് എന്നുള്ളത് ചിലപ്പോൾ കാണണമെന്നില്ല. അങ്ങനെ കണ്ടില്ല എങ്കിൽ, വൈറ്റ് ബോർഡ് എന്നുള്ളത് കണ്ടില്ല എങ്കിൽ വി കൻ ഡു മോറിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടും. ഡയലോഗ് ബോക്സിനകത്ത് ഐറ്റംസിൻ്റെ ലിസ്റ്റ് കിട്ടും. സോ ഈ ഐറ്റംസിൽ നമുക്ക് വൈറ്റ് ബോർഡ് പിൻ ചെയ്യാൻ പറ്റും. ഇവിടെ വൈറ്റ് ബോർഡാണോ എന്താണോ വേണ്ടത് അത് നമുക്ക് പിൻ ചെയ്യാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഓക്കെ വെൻ യു ക്ലിക്ക് ഓൺ, നമ്മളിപ്പം ഏത് സ്പേസിലുള്ള, ഇവൻ ഏത് ഫോൾഡറിൽ, ഫോർ മീ എനിക്കിവിടെ നോക്കുകയാണെങ്കിൽ സ്പേസസിനകത്ത് 2-3 സ്പേസസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. വോണ്ട് ഗോ ഫോർ സ്പേസ്, പേഴ്സണൽ ഡെവലപ്മെൻറ്റ് അങ്ങനെ പറയുന്നിട്ടുള്ള. അപ്പം എല്ലാം കൂടെ ചേർന്നിട്ട് എന്തൊക്കെയാണ് ഇവിടെ അവൈലബിൾ എന്നുള്ളത് കാണിക്കും. സോ ഞാൻ ഇവിടെ മൈ വൈറ്റ് ബോർഡ്സിൽ ഒരു യൂട്യൂബ് ബോർഡ് ഉണ്ട്. ഞാനത് ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കിയതാണ് നിങ്ങൾ വരുന്നതിന് മുമ്പ്. സോ നമുക്കിപ്പോൾ ന്യൂ വൈറ്റ് ബോർഡിലേക്ക് പോവാം. സോ ന്യൂ വൈറ്റ് ബോർഡിൽ നമുക്കിവിടെ ഡയലോഗ് ബോക്സിൽ നമുക്ക് ഏത് സ്പേസിലാണ് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ എൻ്റെ സ്പേസ് ഒന്നും മെസ്സപ്പ് ചെയ്യുന്നില്ല. ഞാൻ എവറിത്തിങ് സ്പേസിൽ, അതായത് ഓൺ ടോപ്പിൽ റാൻഡമായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, യൂട്യൂബ് വീഡിയോ. സോ ക്രിയേറ്റ് എ വൈറ്റ് ബോർഡ്. ഈ നാവിഗേഷൻ സ്പേസ് നമുക്ക് കളയണമെങ്കിൽ ഇവിടെ ഹോവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു വിൻഡോ പെയിൻ കിട്ടും. അവിടെ നമുക്ക് സൈഡ് ബാർ ഇന്ന് ചെയ്യാം. ഇനി കൂടുതൽ സ്പേസ് വേണമെങ്കിൽ ഇങ്ങനെ റൈറ്റ് സൈഡിൽ അത് ഫുൾ സ്ക്രീൻ ബട്ടൺസ് ഉണ്ട്. യു ക്യാൻ ക്ലിക്ക് ഓവർ ദെയർ. ഈ വൈറ്റ് ബോർഡുകൾ നമ്മൾ നന്നായിട്ട്, വൈറ്റ് ബോർഡ് ബേസ്ഡ് ആപ്ലിക്കേഷൻസുകൾ, അതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പ്രസീവായിട്ട് വന്നതൊന്ന് മിലാനോട്ടാണ്. സോ ദിസ് വൺ ആൾസോ വെരി ഗുഡ് ഇൻ ടേംസ് ഓഫ് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു വൈറ്റ് ബോർഡിൽ ഉണ്ടാവേണ്ട മെയിൻ ഫീച്ചേഴ്സ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതായത് ഡ്രോ ചെയ്യാം, ഡിഫറെൻറ്റ് കളേഴ്സ് നിങ്ങൾക്ക് പിക്ക് ചെയ്യാം, ഡ്രോ സംതിങ്, വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യം. അതിനുശേഷം ഷേപ്സ്, ഡിഫറെൻറ്റ് ഷേപ്സ് നമുക്ക് പിക്ക് ചെയ്യാം. നെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിക്കി നോട്ട്സ് നമുക്ക് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം. സ്റ്റിക്കി നോട്ട്സ് ആൻഡ് യു ക്യാൻ ടൈപ്പ് എനിത്തിങ് ഇൻസൈഡ് ദ ടൈപ്പ്. ഓക്കെ, അങ്ങനെ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ടെക്സ്റ്റും തന്നെ എന്തൊക്കെയാണോ ഒരു ടെക്സ്റ്റ് എഡിറ്റേഴ്സിൽ വേണ്ട എല്ലാ കാര്യങ്ങളും കൊണ്ട് നമുക്ക് ലിങ്ക് ചെയ്യാൻ മറ്റു കാര്യങ്ങൾ നമുക്കിവിടെ ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, സോ ഇതിനകത്തുള്ള ഏറ്റവും നല്ല ഫീച്ചർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ടൈപ്പ് ചെയ്ത എല്ലാ കാര്യങ്ങളും നമുക്കൊരു ടാസ്ക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഈ സ്റ്റിക്കി നോട്ട്സ് തന്നെ, ഇഫ് ഐ ക്ലിക്ക് സ്റ്റിക്കി നോട്ട്സ് പ്ലസ് ടാസ്ക്, നമുക്കിതാണെങ്കിൽ ഒരു ടാസ്ക്കായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ നമ്മുടെ ലിസ്റ്റിൽ തന്നെ ആഡ് ചെയ്യാൻ പറ്റും. വ്യൂ ഓൾസ് നമ്മുടെ സ്പേസിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആഡ് ചെയ്ത് നമുക്ക് ടാസ്ക്കായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഈവൻ ഈ ടെസ്റ്റ് വേർ ദിസ് ഓൾസോ വി ക്യാൻ കൺവേർട്ട് ഇൻ ടു ടാസ്ക്. ഇതൊരു വൺ ഓഫ് ദ ഗുഡ് ഫീച്ചറാണ്. അത് മാത്രമല്ല, ബിക്കോസ് ഒരുപാട് പേരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതൊരു ടാസ്കുകൾ നമ്മൾ എന്താ പറയുന്നത് ഡിസ്കസ് ചെയ്ത് ക്ലാരിറ്റി ആയിട്ട് ഇതാണ് ചെയ്യേണ്ട ടാസ്ക് എന്ന് പറയുമ്പോൾ ഓൺ ദ ഗോ തന്നെ നമുക്ക് ടാസ്ക് ആഡ് ചെയ്യാം കറസ്പോണ്ടിങ് സ്പേസിലേക്ക്. അത് മാത്രമല്ല, നമുക്ക് ഈ ClickUp ഐറ്റംസ് ഇവിടുന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ ക്ലിക്ക് ചെയ്താൽ തന്നെ നമുക്ക് ടാസ്ക് ലിസ്റ്റ് കിട്ടും, ഡോക്സ് ലിസ്റ്റ്, എന്താണ് ഡോക്ക് ഉള്ളത്, നമ്മളേതെങ്കിലും ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ, എല്ലാം കിട്ടും ഇതിൽ തന്നെ. നമുക്കിതാണെങ്കിൽ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഐറ്റം നമുക്കിവിടെ
whiteboard തന്നെ കിട്ടും വിത്ത് ഓൾ ദ ബട്ടൺസ് ആക്റ്റീവ്. സോ നമുക്ക് ഇവിടെ നിന്നിട്ട് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ, ഇതൊരു ഡിസ്കഷൻ ചാപ്റ്റർ ആയിട്ട് ഉപയോഗിക്കാൻ ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഇത് വൺ ഓഫ് ദി ഗുഡ് ഫീച്ചറാണ്. ആൻഡ് ആൾസോ ഇലോങ് വിത്ത് ദാറ്റ് ഇത് മൈൻഡ് മാപ്പിൻ്റെ പാൻ ചെയ്യുന്നത് സ്ക്രോൾ ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് പാൻ ചെയ്യാം. സൂം ചെയ്യണമെങ്കിൽ കൺട്രോൾ പ്ലസ് ചെയ്താൽ മതി. സോ ഇത് ജസ്റ്റ് ഒരു മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ്. മൈൻഡ് മാപ്പ് അല്ലെങ്കിൽ ഫ്ലോ ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് ദെൻ ടെംപ്ലേറ്റ്സ് നമുക്ക് കാണാം. ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്നത് വളരെ റിച്ച് ആയിട്ടുള്ള എല്ലാ ടെംപ്ലേറ്റ്സും ഉണ്ട് നമ്മൾ ജനറലി യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റും. ഐ ഓൾവേസ് പ്രിഫർ ടു യൂസ് ദിസ് ടെംപ്ലേറ്റ്. ബിക്കോസ് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമയം ഒരുപാട് ലാഭിക്കും. ബിക്കോസ് നമ്മൾ ഓൾമോസ്റ്റ് ഓൾ പ്രോബ്ലംസിന് ആരെങ്കിലുമൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് നമുക്കത് എടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ബിക്കോസ് വി ആർ സേവിങ് അവർ ടൈം. അതുപോലെ തന്നെ ഇമേജസ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും ഇതിലേക്ക്. ഇനി ടോപ്പിക്സ് ആണ്, അഡ്വാൻസ് ടിപ്സ് ആണ്. അഡ്വാൻസ് ടിപ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഏത് ടെസ്റ്റ് വേണമെങ്കിലും ഏത് എലമെൻറ്റ് വേണമെങ്കിലും ഇതിനകത്ത് നമുക്ക് ടാസ്ക് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഈ ടൈപ്പ് ചെയ്ത എലമെൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ടാസ്ക് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ടാസ്ക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരും. നമുക്കിതിൽ നിന്ന് ഏത് ലിസ്റ്റിലോട്ട് വേണമെങ്കിലും നമ്മുടെ സ്പേസിലോട്ട് വേണമെങ്കിലും നമുക്ക് ആ ടാസ്ക് ആഡ് ചെയ്യാൻ പറ്റും. കൺവേർട്ട് ഇൻ ടു ടാസ്ക്. അതേപോലെ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. അതുപോലെ ഞാൻ ഈ സ്റ്റിക്കി നോട്ട്സ് ക്രിയേറ്റ് ചെയ്താലും ക്രിയേറ്റ് ടാസ്ക്, വി ക്യാൻ ക്രിയേറ്റ് ടാസ്ക് ഫ്രം എനിവെയർ. അത് നല്ലൊരു ഫീച്ചറാണ്. അതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്ലിക്കപ്പ് ഐറ്റ്സ്. ഇവിടെ നിന്ന് ടാസ്ക് അല്ലെങ്കിൽ ഡോക്സ് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ദാറ്റ് വിൽ അപ്പിയർ ഇൻ ദിസ് ഹിയർ ആസ് ഒരു ഇമേജ് പോലെ തന്നെ വരും. അപ്പോൾ നമുക്കിവിടെ നിന്ന് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ, മൾട്ടിപ്പിൾ പീപ്പിളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഒരു ഫീച്ചറാണ് ഇതിനെ മറ്റേതിൽ നിന്നും കുറച്ചുകൂടെ വൈവിധ്യമാക്കുന്നത്. ബിക്കോസ് നമ്മൾ വർക്ക് ചെയ്യുന്ന എല്ലാ ടാസ്ക് ലിസ്റ്റും മാനേജ്മെൻറ്റും ഇതിൽ തന്നെയുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ സ്പേസസ് നോക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ച് കലണ്ടേഴ്സും ടാസ്കുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്ട്രെയിറ്റ് അവേ എൻ്റെ വൈറ്റ് ബോർഡിൽ കിട്ടുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കൂടുതൽ ക്ലാരിറ്റിയും കൂടുതൽ ഡിസ്കഷനും. നമ്മൾ വീണ്ടും കോപ്പി പേസ്റ്റ് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഒരുപാട് കോപ്പി പേസ്റ്റ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഷോർട്ട് കട്ട്സുകൾ വേണമെങ്കിൽ യു ക്ലിക്ക് ഓൺ ഓൾ ദ ഷോർട്ട് കട്ട്സ്. കീബോർഡ് ഷോർട്ട് കട്ട്സ് അവൈലബിൾ ആണ്. ഒരുപാട് പേർക്ക് കീബോർഡ് ഷോർട്ട് കട്ട്സുകൾ ഭയങ്കര ഇഷ്ടമാണ്. യു ക്യാൻ ഡു ദാറ്റ് ആൻഡ് യു ക്യാൻ ആഡ് മൾട്ടിപ്പിൾ പീപ്പിൾ. അത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഒന്നാമത് തന്നെ എന്താ പറയുന്നത്, ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിത്ത് ലിങ്കോ പ്രൈവറ്റ് ലിങ്ക് പെർമിഷൻസ് അതോടുകൂടി നമുക്കിത് ആരുമായിട്ട് വേണമെങ്കിലും ഷെയർ ചെയ്യാനും പറ്റും. ഓക്കെ, അതായത് വെരി ലൈവായിട്ട് നമുക്ക് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.